കഴിഞ്ഞ കുറെ ദിവസങ്ങളായിട്ട് കുറെ കുട്ടികൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെ കാറ്റിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം ആൻഡ് എത്ര ടൈം ഇപ്പൊ നമ്മൾ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. പിന്നെ കുറെ കുട്ടികൾ ഈവൻ അവരുടെ യുജിക്ക് അതായത് +2 കഴിഞ്ഞ് അവരുടെ കോളേജ് കയറുന്നതിന് മുന്നേ തന്നെ കാറ്റിന് പ്രിപ്പയർ ചെയ്ത് തുടങ്ങണോ വേണ്ടേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പൊ ഇങ്ങനെയുള്ള കുറച്ച് ക്വറീസ് ആണ് ഞാൻ ഈ വീഡിയോയിൽ കവർ ചെയ്യാമെന്ന് വിചാരിക്കുന്നത്. മെയിൻ ആയിട്ട് ഉദ്ദേശിക്കുന്നത് ഒരു ദിവസം എത്ര മണിക്കൂർ സ്പെൻഡ് ചെയ്യണം എന്നുള്ളത്. ഇപ്പോൾ ഓൾറെഡി നമ്മളുടെ പ്രോഗ്രാമിൽ ഉള്ള ആൾക്കാർക്ക് ഓൾറെഡി അൻകിത്ത് ഇത് വളരെ വൃത്തിക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ടാവും. സോ അൻകിത്തിനെ അറിയാത്തവർക്ക് അൻകിത്ത് കഴിഞ്ഞ വർഷം ഓപ്പൺ ഡേറ്റുമായിട്ട് പ്രിപ്പയർ ചെയ്തിട്ടാണ് വളരെ നല്ല കാറ്റ് റിസൾട്ടോട് കൂടി ഗ്രാജുവേറ്റ് ചെയ്തതാണ്. സോ അൻകിത്ത് പറഞ്ഞൊരു കാര്യം കുട്ടികളുമായിട്ട് ഒരു ഇന്ററാക്റ്റീവ് സെഷനിൽ പറഞ്ഞത്, നിങ്ങൾ ഇനിഷ്യലി ഇപ്പം കൂടുതലും നമ്മളുടെ കുട്ടികളെല്ലാം കഴിഞ്ഞ മാസം തുടക്കത്തിലാണ്, ഏപ്രിൽ 1-നാണ് ഈ പറയുന്ന പ്രിപ്പറേഷൻ തുടങ്ങിയത്. ഇനിഷ്യലി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ എന്തൊക്കെ പഠിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ മോക്ക് ടെസ്റ്റ് നിങ്ങൾ സ്ഥിരമായിട്ട് എടുത്തുകൊണ്ടിരിക്കേണ്ട സാധനമാണ്. മാസം 1 അല്ലെങ്കിൽ 2 മോക്ക് ഇനിഷ്യലി തൊട്ട് തന്നെ സിലബസ് കവർ ചെയ്യുന്നതിന് മുന്നേ തന്നെ എടുത്തു തുടങ്ങേണ്ടതാണ്. പക്ഷെ എന്നിരുന്നാൽ പോലും നിങ്ങൾ കുറെ ടോപ്പിക്സ് പഠിച്ചാൽ നിങ്ങൾക്ക് മോക്കിന് മാർക്ക് കൂടില്ല. നിങ്ങൾ കുറെ ടോപ്പിക്സ് പഠിച്ചാൽ നിങ്ങൾക്ക് എല്ലാ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടാവില്ല. അപ്പൊ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നിങ്ങൾ ഡിസാർട്ടഡ് ആവാനും നിങ്ങൾ ഈ പറയുന്ന കോച്ചിങ് നിർത്തി പോകാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. ആൻഡ് ഐ വുഡ് സേ കാറ്റിന് സക്സീഡ് ചെയ്യുന്ന ആൾക്കാർ എന്ന് പറയുന്നത് മോക്കിന്റെ സ്കോർ കണ്ടിട്ടോ അല്ലെങ്കിൽ ഒരു ടോപ്പിക്ക് പഠിച്ച് കുറച്ച് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അത് നിർത്തി പോവാതിരിക്കുന്നവരോ ആണ്. അപ്പൊ അൻകിത്ത് പറഞ്ഞത് വളരെ ക്ലിയർ ആണ്. അൻകിത്തും ഏതാണ്ട് ഇതേ സമയമാണ് കഴിഞ്ഞ വർഷം തുടങ്ങിയത്. ഏതാണ്ട് 99.8% സ്കോർ ചെയ്തിട്ടുണ്ട്. അപ്പം അത് വളരെ നല്ലൊരു അഡ്വൈസും കൂടെയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇതൊരു വീഡിയോയിൽ വന്ന് നിങ്ങളുടെ അടുത്ത് പറഞ്ഞു തരാമെന്ന് പറയുന്നത്. കാരണം അൻകിത്ത് പറഞ്ഞത് ഇനിഷ്യലി നിങ്ങളിപ്പോൾ 5, 6, 7, 8 മണിക്കൂറൊക്കെ ഇടുകയാണെങ്കിൽ, ഒന്ന് കാറ്റ് എന്ന് പറയുന്നത് ഈ ഒരു IIT JEE അല്ലെങ്കിൽ നീറ്റ് പോലെ അത്രയും ഡിമാൻഡിങ് ആയിട്ടുള്ള ഒരു എക്സാം അല്ല. ആരും 100% മാർക്ക് വാങ്ങാൻ പറയുന്നില്ല. നിങ്ങൾ നിങ്ങളുടെ ബോർഡ് എക്സാം മൈൻഡ് സെറ്റിൽ നിന്നൊന്ന് മാറി വരേണ്ട ആവശ്യമുണ്ട്. നിങ്ങളൊരു കോമ്പറ്റേറ്റീവ് എക്സാമിന് യൂഷ്വലി ഇതുവരെ പ്രിപ്പയർ ചെയ്യാത്തവരാണെങ്കിൽ നിങ്ങളുടെ മനസ്സിൽ ബൈ ഡീഫോൾട്ട് ആയിട്ട് ഉണ്ടാകുന്ന ഒരു മെന്റാലിറ്റി നിങ്ങളുടെ സ്കൂൾ ടീച്ചർ മെന്റാലിറ്റിയാണ്. അവര് ഒരു 99 അല്ലെങ്കിൽ 99.5 മാർക്ക് 100-ൽ വാങ്ങണം. ഒരു 90 വാങ്ങിയാൽ തന്നെ ഒരു വളരെ മോശം മാർക്കാണെന്നുള്ള രീതിയിലായിരിക്കും നിങ്ങളുടെ ബ്രെയിൻ ട്രെയിൻ ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടാവുന്നത്. നിങ്ങളുടെ സോഷ്യൽ കണ്ടീഷനിങ് തന്നെ അങ്ങനെ ആയിട്ടുണ്ടാവാം. പക്ഷെ കോമ്പറ്റേറ്റീവ് എക്സാം ഈസ് എ ഡിഫറെന്റ് ബോൾ ഗെയിം. കാറ്റിലാണെങ്കിൽ തന്നെ 50% കൂടുതലൊന്നും മാർക്ക് ഒരാളും ഏത് കോളേജിൽ കയറാനുള്ള ആളാണെങ്കിലും വാങ്ങേണ്ട ആവശ്യമില്ല. സോ അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങൾ നിങ്ങളുടെ മോക്കിന്റെ മാർക്ക് കണ്ട് ഡിസാർട്ടൻഡ് ആയി നിർത്തി പോവാതിരിക്കുകയാണെങ്കിൽ തന്നെ യു വിൽ ബി സക്സസ്ഫുൾ. ബിക്കോസ് അങ്ങനെ തന്നെയാണ്. അതായത് ഇപ്പം ഒരു 4 മാർക്ക്, 5 മാർക്ക്, 10 മാർക്ക്, 15 മാർക്കൊക്കെ മാക്സിമം നിങ്ങൾക്ക് ഇനിഷ്യൽ മോക്സ് കിട്ടുന്നുണ്ടാവുള്ളൂ. ആൻഡ് വൺസ് യു സ്റ്റിക്ക് ഓൺ വിത്ത് ദി പ്രോസസ് ഫോർ ലൈക്ക് 4-5 months അത് ഡെഫിനറ്റ്ലി ഇംപ്രൂവ് ആവുന്നുണ്ടാവും. സോ കാരണം ആ ഒരു 4-5 മാസത്തിൽ നിങ്ങൾ കൂടുതൽ മോക്ക് എടുക്കുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് കൂടുതൽ സ്ട്രാറ്റജികൾ മനസ്സിലാവും, കൂടുതൽ ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസ് കാണുന്നുണ്ടാവും. കൂടാതെ നിങ്ങൾ നിങ്ങളുടെ കോൺസെപ്റ്റുകളും ക്ലിയർ ചെയ്യുന്നുണ്ടാവും. അപ്പൊ എനിക്ക് അഗൈൻ പറയാനുള്ളത്, ആദ്യത്തെ ഒരു 2-3 മാസം അല്ലെങ്കിൽ 4 മാസം, ഒരു ജൂൺ എൻഡ് വരെയൊക്കെ നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് ഡെയിലി ഒരു 1-1.5-2 മണിക്കൂർ മാക്സിമം നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ, അത് കൺസിസ്റ്റന്റ് ആയിട്ട് ബാക്ക്ലോഗ് വെക്കാതെ കൊടുക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ദാറ്റ് ബി. നിങ്ങൾ എത്ര വലിയ ബുദ്ധിജീവിയാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾക്ക് എന്തൊക്കെ കോൺസെപ്റ്റ് അറിയാമെന്ന് പറഞ്ഞാലും നിങ്ങൾ ഈ കൺസിസ്റ്റൻസി എന്ന് പറയുന്നത് കീ ആണ്. നിങ്ങൾ ഒരുപാട് ടൈം കൊടുക്കുന്നിടത്തല്ല, നിങ്ങൾ ഒരു ടൈം എല്ലാ ദിവസവും അല്ലെങ്കിൽ അതിനൊരു ഷെഡ്യൂൾ വെച്ചിട്ട് കൊടുക്കുക. ബാക്ക്ലോഗ് വെക്കാതിരിക്കുക. നിങ്ങൾ മെയിൽ ഇന്ന കോൺസെപ്റ്റ്സ് തീർക്കുമെന്ന് നിങ്ങളുടെ ടൈം ടേബിൾ ഉണ്ടെങ്കിൽ അത് തീർത്ത് അതിന്റെ ക്വസ്റ്റ്യൻസ് ചെയ്ത് അതിൽ മാസ്റ്റർ ചെയ്യുക എന്നുള്ളത് വളരെയധികം ഇമ്പോർട്ടൻ്റ് ആണ്. പക്ഷെ പല ആൾക്കാരും വിചാരിക്കുന്നത്, ഇതിപ്പോ റേഷ്യോസ് ആൻഡ് പ്രൊപ്പോർഷൻ 10ാം ക്ലാസ്സിൽ ഞാൻ പഠിച്ചതാണല്ലോ, ഇതിപ്പോ ട്രിഗണോമെട്രി ഞാൻ 9ാം ക്ലാസ്സിൽ പഠിച്ചതാണല്ലോ, അതുകൊണ്ട് ഇതെല്ലാം ബാക്ക്ലോഗ് വെച്ചേക്കാൻ, ഞാൻ പിന്നീട് ചെയ്ത് തീർത്തോളും, എനിക്ക് ഒരു ദിവസത്തിന്റെ കാര്യമേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ ആ പ്രിപ്പറേഷൻ വെച്ച് നിങ്ങൾക്ക് നിങ്ങളുടെ ബോർഡ് എക്സാം എഴുതി ചിലപ്പോൾ 100% വാങ്ങാൻ പറ്റും. കാറ്റിന് അങ്ങനത്തെ ഒരു എക്സാമിന് നിങ്ങൾക്ക് ഒരുപാടധികം പ്രാക്ടീസ് ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി ക്വാണ്ടിറ്റി, ഇറ്റ്സ് അബൌട്ട് കൺസിസ്റ്റൻസി. നിങ്ങൾ കൺസിസ്റ്റന്റ് ആയിട്ട് എല്ലാ ദിവസവും അതിനുവേണ്ടി എഫേർട്ട് ഇട്ട് നിങ്ങളുടെ തന്നെ ആ ഒരു മസിൽ മെമ്മറി കൂട്ടി കൊണ്ടുവരിക എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. സോ എനിക്ക് ഈ വീഡിയോയിൽ പറയാനുള്ളത്, നിങ്ങൾ ടൈം എത്ര ഇടണം എന്ന് ചോദിക്കുന്നവരടുത്ത് എനിക്ക് പറയാനുള്ളത്, ഇനിഷ്യലി നിങ്ങൾ എത്ര ടൈം ഇട്ടാലും നിങ്ങൾക്ക് ഒറ്റയടിക്ക് റിസൾട്ട് കിട്ടാൻ പോകുന്നില്ല. ഇറ്റ്സ് എ സ്ലോ പ്രോസസ്. പക്ഷെ നിങ്ങൾ ആ കുറച്ച് ടൈം ആണെങ്കിലും കൺസിസ്റ്റന്റ് ആയിട്ട് ഇട്ടാൽ ഡെഫിനറ്റ്ലി ദാറ്റ് വിൽ ഗോ അപ്പ്. സോ ഇനിഷ്യലി തന്നെ 6-7 മണിക്കൂർ ഇട്ടിട്ട് നിങ്ങൾക്ക് ഈ മോക്കിലൊക്കെ കുറഞ്ഞ മാർക്ക് കിട്ടുമ്പോൾ നിങ്ങൾ ഡിസപ്പോയിന്റഡ് ആയി പോകുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ കോൺസെപ്റ്റ്സ് ക്ലിയർ ചെയ്ത് ക്വസ്റ്റ്യൻസ് പഠിക്കാൻ ഇപ്പോൾ ഒരു 1 മണിക്കൂർ അല്ലെങ്കിൽ 2 മണിക്കൂർ വെച്ചിട്ട് ഒരു ജൂൺ എൻഡ് വരെ കംപ്ലീറ്റ് കോൺസെപ്റ്റ്സ് കവർ ചെയ്തതിന് ശേഷം പിന്നീട് അങ്ങോട്ട് മോക്കിന്റെ എണ്ണം ഒരു മാസത്തിൽ ഒരു 2-3 ഒക്കെ ആയിട്ട് കൂട്ടുക. ആ സമയത്ത് നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്ന ടൈം എന്ന് പറയുന്നത് ഡെയിലി ഒരു 3 hours ഒക്കെ ആക്കുക. അവസാനത്തെ ഒരു 1-2 മാസം മാത്രം അതൊരു 4 to 5 hours കൊണ്ടുപോകേണ്ട ആവശ്യമേ ഉള്ളൂ.
ഇനി ഞാൻ ഓൾറെഡി ലേറ്റ് ആയി പോയോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുടെ അടുത്ത് എനിക്ക് പറയാനുള്ളത് മെജോറിറ്റി ഓഫ് ദി കാറ്റ് ആസ്പിറൻസും ഏതാണ്ട് തുടങ്ങുന്ന ഒരു സമയം എന്ന് പറയുന്നത് ഈ ഒരു ഏപ്രിൽ മെയ് ജൂൺ ഒക്കെ തന്നെയാണ്. അതുകൊണ്ട് നിങ്ങൾ പിന്നോട്ടായി പോയിട്ടൊന്നുമില്ല. ഈ പറയുന്ന കോൺഫ്ലിക്ട്സ് വളരെ ഈസിലി നിങ്ങൾക്ക് ഈ പറഞ്ഞ ടൈം ഷെഡ്യൂളിൽ ക്ലിയർ ചെയ്ത് തീർക്കാവുന്നതേ ഉള്ളൂ. സോ ഐ ഹോപ്പ് നിങ്ങൾക്കുള്ള ആ ഒരു കൺഫ്യൂഷൻ കുറച്ചെങ്കിലും മാറി കിട്ടിയിട്ടുണ്ടാവും. എങ്ങനെ എത്ര ടൈം കൊടുക്കണം എന്നുള്ളത് ഡെഫിനറ്റ്ലി ഇറ്റ്സ് നോട്ട് അബൌട്ട് ദി ടൈം, ഇറ്റ്സ് അബൌട്ട് ദി കൺസിസ്റ്റൻസി, ഇറ്റ്സ് അബൌട്ട് ദി ക്വാളിറ്റി, ഇറ്റ്സ് ഓൾസോ അബൌട്ട് സ്റ്റിക്കിംഗ് വിത്ത് ദി ടൈം. നിങ്ങൾ പ്രിപ്പറേഷൻ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ യു ഷുഡ് ഹാവ് എ വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു റോഡ് മാപ്പ് വേണം. നിങ്ങൾ ഓരോ മാസം എത്ര പഠിക്കും, എന്തൊക്കെ ചെയ്യുമെന്നുള്ളത് അത് ക്ലിയർ ചെയ്ത് പോയി കഴിഞ്ഞാൽ 7 മാസം കഴിഞ്ഞാൽ you will be in one of the best B schools in the country. So hope you all will make it to one of the top B schools of the country, and all the best for that. Thanks a lot for watching the video. Bye bye.